പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇക്കുറി പുറത്തിറക്കിയ 4ാം തരത്തിലെ കേരള പാഠാവലി പുസ്തകത്തിൽ സ്വന്തം കഥ ഉൾപ്പെടുത്തിയതിൻ്റെ സന്തോഷത്തിലാണ് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ കയ്പമംഗലം മൂന്നുവീടിക സ്വദേശി SM ജീവൻ. 2 പതിറ്റാണ്ട് നീണ്ട യുവാവിൻ്റെ കഥയെഴുത്തിനുള്ള അംഗീകാരം കൂടിയാണിത്. യുദ്ധം അത്ര നല്ലതല്ല എന്ന ശീർഷകത്തിലുള്ള കഥ ഒരു ചിത്രപുസ്തകം വായിച്ചിരിക്കുന്ന കുട്ടിയുടെ ഭാവനയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പുസ്തകത്തിൽ പട്ടാളത്തിന്റെ ചിത്രം കാണുന്ന കുട്ടി യുദ്ധത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. തനിക്ക് ചുറ്റും കാണുന്ന പൂച്ചയും തേരട്ടയും തുമ്പിയുമെല്ലാം പുസ്തകത്തിലെ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്ത് കടുവയും തീവണ്ടിയും ഹെലികോപ്റ്ററുമായി മാറുകയും യുദ്ധസന്നാഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുന്നു. അവസാനമായി കുട്ടി കാണുന്ന ആടാണ് യുദ്ധത്തിൽ ശത്രുപക്ഷത്ത്. പക്ഷേ ശത്രുവായി മാറാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ആട് കുട്ടിയെ ആക്രമിക്കുകയും ആരും ശത്രുവല്ല എന്ന തോന്നൽ കുട്ടിയിലുണ്ടാവുകയും ചെയ്യുന്നു. യുദ്ധത്തെക്കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള കുട്ടി യുദ്ധം അത്ര നല്ലതല്ല എന്ന തിരിച്ചറിവ് നേടുന്നതോടെ കഥയും പൂർണ്ണമാകുന്നു. മാസങ്ങൾക്ക് മുൻപ് കുട്ടികളുടെ മാസികയായ യുറീക്കയിൽ എഴുതിയ കഥയാണ് സമകാലിക പ്രസക്തി മുൻനിർത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മലയാള പാഠാവലിയിലേക്ക് തിരഞ്ഞെടുത്തത്. ഏത് കാലാവസ്ഥയിലായാലും യുദ്ധം ആത്യന്തികമായി നമ്മൾ പറയുന്നത് കുട്ടികൾക്കെതിരാണ്, സ്ത്രീകൾക്കെതിരെയാണ്, വൃദ്ധർക്കെതിരാണ് എന്ന് പറയുമ്പോൾ ഇതിന് പുറത്ത് നിൽക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കെതിരാണ്. വാർ ഫ്രണ്ടിൽ നമ്മളുടെ സഹോദരൻ ഉണ്ടെങ്കിൽ നമ്മൾ യുദ്ധത്തെ അങ്ങനെ ആഘോഷിക്കില്ല. മറിച്ച് നമ്മളുടെ ഉമ്മറത്ത് യുദ്ധം എത്തുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റണമെന്നില്ല. അത് കുട്ടികൾക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ വിശദീകരിക്കുക എന്നുള്ളതാണ്. 7 വർഷം മുൻപ് ഒരു ശസ്ത്രക്രിയയുടെ അനന്തരഫലമായി സ്പൈനൽ കോഡിനുണ്ടായ തകരാറ് മൂലം ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജീവന് കഥയെഴുത്ത് പ്രാണവായുവാണ്. നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പെരിഞ്ഞനം ശാഖയിലെ ക്ലർക്കായ ജീവൻ യുറീക്കയുടെ അസോസിയേറ്റ് എഡിറ്റർ കൂടിയാണ്. പുസ്തകങ്ങളോട് കൂട്ടുകൂടി എഴുത്തിന്റെ വഴിയെ സഞ്ചരിക്കുന്ന ജീവൻ ഇതിനോടകം നിരവധി പുരസ്കാരങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്. 24 തൃശൂർ.